MSO 001 യൂണിറ്റ് 8 ദ കൺസെപ്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ ഇഷ്യൂസ് ഓഫ് പവറിലെ പാർട്ട് 2 ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് എലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എലൈറ്റ് എന്ന പദം പ്രത്യേക മികവിൻ്റെ ഉൽപ്പന്നങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഈ പദത്തിൽ പരിമിതമായ ഉപയോഗം പിന്നീട് ഉയർന്ന റാങ്കുകളുള്ള ചലനശേഷി പോലുള്ള സാമൂഹ്യ ഗ്രൂപ്പുകളെയും മറ്റുള്ളവരെക്കാൾ മികച്ചതായി കണക്കാക്കുന്നു. മറ്റുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് വിപുലീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മാത്രമാണ് യൂറോപ്പിലെ സാമൂഹ്യശാസ്ത്ര രചനകളിൽ ഈ പദം പ്രയോഗത്തിലേക്ക് വരികയും ചെയ്തു എന്ന് പറയുന്നു. 1930-കളിൽ ബ്രിട്ടീഷിലും അമേരിക്കയിലും പ്രത്യേകിച്ച് വിൽഫ്രെഡോ പാരഡോയുടെ രചനകളിൽ എലൈറ്റിൻ്റെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചു എന്നും പറയുന്നു. ഒരു ബാഹ്യ നിരീക്ഷകന് പരിശോധിക്കാൻ കഴിയുന്ന വസ്തുക്കളെ പരാമർശിച്ചുകൊണ്ട് പാരറ്റോ എലൈറ്റിനെ നിർവചിച്ചു എന്നും ഇവിടെ നമ്മൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നു. അതിനാൽ വിജയിച്ച എല്ലാവരും അവരുടെ സമപ്രായക്കാരും പൊതുജനങ്ങളും മികച്ചവരായി കണക്കാക്കുന്നവരുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത്. വരേണ്യവർഗത്തെക്കുറിച്ച് സ്ഥിരമായി ഉദ്ദേശിച്ചത് വിജയിച്ച എല്ലാവരെയും അല്ല, മറിച്ച് ഭരണത്തിൻ്റെയോ സർക്കാരിൻ്റെയോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരെയും ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നവരെയോ സ്വാധീനിക്കുകയോ നിർണയിക്കുകയോ ചെയ്യുന്നവരാണ് എന്നാണ് പറയുന്നത്. വരേണ്യവർഗം അല്ലാത്തവർ സർക്കാരിൽ ഒരു പങ്കുവഹിക്കാൻ കഴിയുന്നവരോ അല്ലാത്തവരോ ആണെന്നാണ് എൻലൈറ്റ് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ വരേണ്യവർഗത്തെ വരേണ്യവർഗം ഭരണം എന്നും വരേണ്യവർഗം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നുവെന്നും വരേണ്യവർഗത്തെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു എന്നും പറയുന്നു. വരേണ്യവർഗം ആദ്യത്തെ എന്താണ് പറയുന്നത്? വരേണ്യവർഗം സർക്കാരിൽ എന്തെങ്കിലും പങ്കുവഹിക്കുന്നതിനുള്ള കഴിവുള്ള പങ്കുവഹിക്കാൻ അവർക്ക് നേരിട്ടോ അല്ലാതെയോ പങ്കുവഹിക്കുന്നവരോ ആയ ആളുകൾക്ക് അതുമായി ചേർന്ന് നിലനിൽക്കാൻ കഴിയുന്നു എന്ന് ഒന്നാമത്തെ ഇതിൽ പറയുന്നു. അതിൽ ഭരിക്കാത്ത വരേണ്യവർഗം ബാക്കിയുള്ള വരേണ്യവർഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അതായത് സർക്കാരിൽ പങ്കുവഹിക്കേണ്ടവരോ അല്ലാത്തവരോ ആയവർ അതിലെ സമ്പത്തിനും രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനത്തിനും ഒരേ റാങ്ക് വ്യക്തികൾ വഹിക്കുന്നുണ്ടെന്ന് പാരറ്റോ ഒരേ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഒന്നാണെന്ന് പാരറ്റോ വാദിക്കുകയും ചെയ്തു. ഉയർന്ന വിഭാഗങ്ങൾ ഏറ്റവും സമ്പന്നരാണെന്നും ഈ വിഭാഗങ്ങളെ വരേണ്യവർഗത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പാരറ്റോ അധികാരമുള്ളവരെ കുറിച്ചും ഭരണകർത്താക്കളെ കുറിച്ചും കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയും. വരേണ്യവർഗത്തിലെ ചലനാത്മകതയുടെ ഘടകം പാരറ്റോ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. വരേണ്യവർഗത്തിന്റെ രക്തചക്രമണം എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. വരേണ്യവർഗത്തെ അവയുടെ അല്ലാത്ത ഗ്രൂപ്പുകൾക്ക് ആ ഗ്രൂപ്പുകൾക്കിടയിൽ വ്യക്തികൾ പ്രചരിക്കുന്ന പ്രക്രിയയാണ് എലൈറ്റ് രക്തചക്രമാണെന്ന് ഇതിലൂടെ പറയപ്പെടുന്നു. ഒരു വരേണ്യവർഗം മറ്റൊരു വരേണ്യവർഗത്തെ മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയയെ പാരറ്റോയുടെ കൃതിയിൽ രണ്ട് ആശയങ്ങളുമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പ്രഭുക്കന്മാരുടെ തകർച്ചയുടെയും പുതുക്കലിന്റെയും പശ്ചാത്തലത്തിൽ ഭരണവർഗം എണ്ണത്തിൽ മാത്രമല്ല പുനഃസ്ഥാപിക്കപ്പെടുന്നത് താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന കുടുംബങ്ങളിലൂടെയാണ്. അത് ഗുണനിലവാരത്തിൽ കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നു എന്ന് പാരറ്റോ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇതിനു പുറമെ അധികാരം നിലനിർത്തുന്ന ക്ലാസുകളിൽ അതിന്റെ പതന ഘടകങ്ങളുടെ വർധനവിനും വിഷയം ക്ലാസുകളിൽ വരേണ്യവർഗമല്ലാത്ത ഉയർന്ന നിലവാരമുള്ള ഘടകങ്ങളുടെ വർധനവിനെയും കാരണമാകുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതലായി പരാമർശിക്കുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ അസ്ഥിരമാക്കുകയും ഒരു നേരിയ ആഘാതം പോലുള്ള അതിനെ തകർക്കാൻ
പര്യാപ്തമാണെന്ന് അദ്ദേഹത്തിന്റെ ഓരോ ഇതിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും വ്യക്തമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ഒരു പുതിയ വാരണ്യവർഗ അധികാരത്തിലേക്ക് എത്തുകയും അത് താഴേക്ക് എത്താത്ത രീതിയിൽ താഴേക്ക് എത്താത്ത രീതിയിലുള്ള വിപ്ലവത്തിനു ശേഷം ഒരു പുതിയ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. വാരണ്യവർഗത്തിനും വാരണ്യവർഗമല്ലാത്ത വിഭാഗങ്ങൾക്കും ഇടയിലുള്ള വ്യക്തികളുടെ രക്തചക്രമാണ് അതിനെ പാരറ്റോ പരാമർശിക്കുകയാണ് ചെയ്തത്. വാരണ്യവർഗത്തിൽപ്പെടുന്ന ഭരണവർഗം താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് ഭീഷണിയോ അപകടമോ അനുഭവപ്പെടുന്നു ആളുകളെ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അത്തരം ആളുകളെ വരേണ്യ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ സ്വഭാവം പൂർണ്ണമായി മാറ്റുകയും വ്യവസ്ഥാപിത വരേണ്യവർഗത്തിന്റെ മനോഭാവ താല്പര്യങ്ങളും സ്വീകരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. താഴെ തട്ടിലുള്ള വ്യക്തികൾക്ക് നിലവിലുള്ള വാരണ്യവർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ നിലവിലുള്ള വാരണ്യവർഗവുമായി അവരുടെ അധികാരത്തിനായുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്ന പുതിയ വാരണ്യവർഗങ്ങളിൽ നിന്നാകാം താഴ്ന്ന തട്ടിലുള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. 11-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഇടയിൽ കേന്ദ്രീകരിച്ച ഫ്രഞ്ച് സമൂഹത്തിലെ വാരണ്യവർഗത്തിന്റെ രക്തചക്രമാനത്തെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നാണ് കൊളംബിയൻസുകാരുടെ കൃതി പ്രധാനമായും കാണപ്പെടുന്നതെന്ന് പറയുന്നു. വാരണ്യവർഗവും ബഹുജനങ്ങളും തമ്മിൽ ആദ്യമായി വ്യത്യാസം കണ്ടെത്തിയത് ഹെറ്റ്ലേനോ മോസ്കോയിലാണ്. എല്ലാ സമൂഹങ്ങളിലും 2 തരം ആളുകളുണ്ടെന്നും അദ്ദേഹം വിശദീകരണം നൽകി. ഒന്ന് ഭരിക്കുന്നവനും മറ്റൊന്ന് ഭരിക്കപ്പെടുന്നവനുമായിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഭരിക്കുന്ന അധികാരം കുത്തകയാകുന്ന അധികാരത്തോടൊപ്പമുള്ള എല്ലാ ഗുണങ്ങളും പദവികളും ആസ്വദിക്കുന്ന വർഗം സംഖ്യാഘടകങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിൽ ഭരിക്കുന്ന ഈ വർഗം നിയമപരവും ചിലപ്പോൾ ഏകപരീക്ഷണമായിട്ടും ആക്രമണാസക്തവുമായ മാർഗങ്ങളിലൂടെ മുൻവർഗത്തിൽ ഭരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. പാരറ്റോയെ പോലെ രാഷ്ട്രീയ അധികാര നിക്ഷിപ്തമായ ആളുകളുടെ ഗ്രൂപ്പുകളായി മോസ്കോയിൽ വരണ്യവർഗത്തെക്കുറിച്ച് വളരെ പ്രാധാന്യം കൊടുത്തു എന്നും ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നു. വരണ്യവർഗത്തിനും ബഹുജനങ്ങൾക്കും ഇടയിൽ സിവിൽ സർവീസുകാർ, മാനേജർമാർ, വൈറ്റ് കോളർ തൊഴിലാളികൾ, ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർ, പണ്ഡിതന്മാർ, ബുദ്ധിജീവികൾ എന്നിവരുടെ പുതിയ മധ്യവർഗം ഉൾക്കൊള്ളുന്ന വാരണ്യവർഗത്തിന് പുതിയ ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രേണിയായി മാറിയെന്നാണ് പറയുന്നത്. സമൂഹത്തിന്റെ ഗവൺമെന്റിൽ വാരണ്യവർഗത്തെ ഒരു സുപ്രധാന ഘടകമാണെന്ന് പറയപ്പെടുന്നു. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും സ്ഥിരത പ്രാധാന്യമായും ഈ 2ാം വർഗം നേടിയെടുത്ത ധാർമ്മികത, ബുദ്ധിശക്തി, പ്രവർത്തനം എന്നിവയുടെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മോസ്കോ ഇതിലൂടെ പറയുന്നു. സമൂഹത്തിൽ പുതിയ താല്പര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഉദാഹരണമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ സാങ്കേതിക അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യ ശക്തികളുടെ ആവിർഭാവത്തിലൂടെയാണ് പുതിയ വാരണ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹം കാരണമാകുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പവർ എലൈറ്റ് ആൻഡ് വീറ്റോ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അമേരിക്കയിലെ അധികാരത്തിന്റെ പശ്ചാത്തലത്തിൽ സി റൈറ്റ് മിൽസ് 1956 പവർ എലൈറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഉന്നത സർക്കാർ എക്സിക്യൂട്ടീവുകളും സൈനിക ഉദ്യോഗസ്ഥർ, കോർപ്പറേഷനുകൾ, ഡയറക്ടർമാർ എന്നിവരടങ്ങുന്ന ഒരു ഏകീകൃത പവർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകാൻ തുടങ്ങി. ഡേവിഡ് റൈസ്മാൻ 1953 വീറ്റോ ഗ്രൂപ്പുകളുടെ ആശയം മുന്നോട്ട് വെച്ചു. വൈവിധ്യമാർന്നതും സന്തുലിതവുമായ നിരവധി താല്പര്യങ്ങളും ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. അവയിൽ ഓരോന്നും പ്രാഥമികമായ ആ അധികാരപരിധിയുടെ ഭീഷണിയായി മാറുകയും ഭീഷണിയായി മാറുവാൻ തുടങ്ങി എന്ന് തോന്നുന്ന രീതിയിലേക്ക് ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിലൂടെ അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നു അതിനെ തടയുന്നതിലൂടെ അതിന്റെ അധികാരം
അധികാര പരിധി സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം എന്താണ് വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തി എന്ന് ഹൗസർ 1966 അമേരിക്കയിലെ അധികാരത്തെക്കുറിച്ച് മിൽസിനെയും റീൽസ്മാനെയും 5 മാനങ്ങളുമായി താരതമ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് അധികാരത്തിന്റെ ഘടന ഇന്നത്തെ അമേരിക്കൻ സമൂഹത്തിലെ പ്രധാന വിഭാഗങ്ങൾക്കിടയിൽ അധികാരം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നും അത് അധികാരത്തിന്റെ പിരമിഡ് 3 പാളികളുമായി രൂപപ്പെട്ടതായി സങ്കല്പിക്കുമെന്ന് മിൽസ് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ആഗ്രഹം അധികാരം വാരണ്യവർഗത്താൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നും ഇതിലൂടെ മനസ്സിലാക്കാം. രണ്ടാമത്തെ പാളി മധ്യതലം അധികാരത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയുന്നു. അതേസമയം മൂന്നാമത്തെ പാളി ബഹുജന സമൂഹത്തിൽ രൂപപ്പെട്ടതാണെന്ന് അറിയപ്പെടുന്നു. റൈസ്മാൻ 3 പാളികളല്ല 2 എണ്ണം ചേർന്ന ഒരു പിരമിഡായി നിർദ്ദേശിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൈസ്മാൻ പവർ എൻലൈറ്റിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം എന്താണ് എൻലൈറ്റിന്റെ സാന്നിധ്യം ഇവിടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. മുകളിലെ പാളി വീറ്റോ ഗ്രൂപ്പുകളായി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ നിർണായകമായ ഭരണ ഗ്രൂപ്പിന് പകരം വീറ്റോ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്ന താല്പര്യം ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇടപെടലിൽ കേന്ദ്രീകരിക്കുകയും ഒരു രൂപരഹിതമായ അധികാര ഘടനയെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അതിൽ തന്നെ രണ്ടാമതായി പറയുന്നത് അമേരിക്കൻ ചരിത്രത്തിന്റെ ഗതിയിൽ അധികാര വിതരണം എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിന് ഉൾപ്പെടെ അധികാര ഘടനയിലെ മാറ്റങ്ങൾ എങ്ങനെയെല്ലാമാണെന്നാണ് പറയുന്നത്. അധികാരത്തിന്റെ വർദ്ധിച്ചു വരുന്ന കേന്ദ്രീകരണത്തിലും അധികാര വാരണ്യവർഗത്തിന്റെ ഉയർച്ചയിലും മിൽസ് ഊന്നൽ നൽകിയിരുന്നു. അതേസമയം റൈസ്മാൻ അധികാരത്തിന്റെ വർദ്ധിച്ചു വരുന്ന വ്യാപനത്തിനും സംഘടിത താല്പര്യങ്ങളുടെ സ്വതന്ത്രത്തിനും അധികാരം വ്യാപിക്കുന്ന പ്രവണതയിലും ഊന്നൽ എങ്ങനെയെല്ലാം നൽകപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതായി പറയുന്നത് അമേരിക്കൻ സമൂഹത്തിൽ അധികാരം പ്രയോഗിക്കുന്നതിനുള്ള അധികാരം പ്രയോഗിക്കുന്നതുൾപ്പെടെ അധികാര ഘടനയുടെ പ്രവർത്തനം. മിൽസിന്റെ അഭിപ്രായത്തിൽ അധികാര വാരണ്യവർഗം എല്ലാ പ്രാധാന്യത്തെ പൊതുജനങ്ങളുടെ പ്രത്യേകിച്ച് വിദേശ നയവും നിർദ്ദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അധികാരം വാരണ്യവർഗത്തിലെ താഴെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നയമേഖലകളെ പോലെ തന്നെ നിരവധി അധികാര ഘടകങ്ങളും ഉണ്ടെന്ന് ഇതിൽ പറയുന്നു. അഞ്ചാമതായി പറയുന്നത് നിലവിലുള്ള അധികാര വിതരണത്തെ സാമൂഹികവും മാനസികവുമായ ഘടകങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് അധികാര ഘടനയുടെ അടിസ്ഥാനങ്ങൾ പൊതു താല്പര്യങ്ങൾ പങ്കിടുന്നവർക്കിടയിൽ അധികാരം പങ്കിടുകയും ചെയ്യുന്നു. മിൽസിനെ സംബന്ധിച്ചിടത്തോളം അധികാരം വാരണ്യവർഗം പൊതു താല്പര്യങ്ങളുള്ള ആളുകളുടെ ഒരു സംഘത്തെ പ്രതിനിധീകരിക്കുന്നു എന്നും പറയുന്നു. റീൽസ്മാനെ സംബന്ധിച്ചിടത്തോളം വീറ്റോ ഗ്രൂപ്പുകൾക്ക് വൈവിധ്യമാർന്ന താല്പര്യങ്ങളുണ്ട് എന്നാണ് റീൽസ്മാൻ ഇവിടെ വാദിക്കുന്നത്. രണ്ടുപേരുടെയും പക്ഷം ഒന്ന് തന്നെയാണ്. രണ്ടുപേരുടെയും വാദങ്ങൾ ശരി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിലവിലുള്ള ഇനി അഞ്ചാമത് ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. നിലവിലുള്ള അധികാര വിതരണം അമേരിക്കൻ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അധികാര ഘടനയുടെ അനന്തരഫലങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. മിൽസ് പറഞ്ഞു, അധികാരം വാരണ്യവർഗത്തെ രൂപപ്പെടുത്തുന്ന നേതാക്കളുടെ പ്രധാന സ്ഥാപനങ്ങളുടെയും കോർപ്പറേഷൻ, സായുധ സേനകൾ, ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഇവരുടെ താല്പര്യം നിലവിലുള്ള അധികാരത്തെ ക്രമീകരണത്തിലേക്ക് കൂടുതൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുത്ത ചുരുക്കം ചിലരുടെ കൈകളിൽ അധികാര കേന്ദ്രീകരണവും അധികാരം പ്രയോഗിക്കാനുള്ള കൃത്രിമത്വവും കാരണം, അധികാരം പ്രയോഗിക്കാനുള്ള അവർക്കുള്ള അധികാരത്തെയും അത് പൊതു ചർച്ചയായി രാഷ്ട്രീയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അധികാരത്തിന്റെ നിയമ സാധുതയുടെ അടിത്തറയിൽ
അനുബന്ധമായി മാറ്റമില്ലാതെ അധികാര കേന്ദ്രീകരണം നടന്നിരിക്കുന്നു. അധികാരം പൊതുജനങ്ങളുടെ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ കൈകളിലാണ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായും ശരി തന്നെയാണ്. എപ്പോഴും അധികാരം പൊതുജനങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. പക്ഷേ അത് നയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ഈ പൊതുജനങ്ങൾ ചെയ്യുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നയിക്കപ്പെടുന്നത് അതിന്റെ ചുമതല ആർക്കാണ്? ആ തിരഞ്ഞെടുത്ത വ്യക്തിക്കാണ്. പ്രധാന ബ്യൂറോക്രസികളെ നയിക്കുന്നവരുടെ കൈകളിലാണ് എന്നാണ് പറയുന്നത്. അധികാരം അതിന്റെ അധികാരത്തിന് ഉത്തരവാദിത്വമില്ലാത്ത ഒരു ചെറിയ ഗ്രൂപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇനി യഥാർത്ഥ പൊതു ചർച്ചകൾ ഉൾപ്പെടുന്നില്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഗുരുതരമായിട്ട് അതിന്റെ വീഴ്ച കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിനോ വർഗത്തിനോ മറ്റുള്ളവരേക്കാൾ വലിയ തോതിൽ ആനുകൂല്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് റൈസ്മാൻ അതിനെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ മൂല്യങ്ങൾ ഉണ്ടെന്ന് ഇവിടെ പറയുന്നു. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് പവർ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സമൂഹത്തിലെ ആളുകൾക്ക് നിർണായകമായ തീരുമാനങ്ങളിലേക്ക് സാമൂഹിക അധികാരത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതിനാൽ സമൂഹത്തിലെ പലർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ള അധികാരം അവർക്കാണ് എന്നതാണ് അടിസ്ഥാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം. സമൂഹത്തിൽ എന്തിനു വേണ്ടിയും ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവിലും അല്ലെങ്കിൽ പ്രയോഗത്തിലുമാണ് അവരുടെ ആശങ്കകൾ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. മോട്ടിവേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. താരതമ്യേന ബഹുസ്വരമായ അമേരിക്കൻ സമൂഹത്തിൽ തീരുമാനത്തിൽ മേലുള്ള അധികാരം ഒരു നിശ്ചിത ഹൈലർക്കും റോൾ വിതരണത്തിന്റെ യാന്ത്രിക പ്രതിഫലനമല്ല. ഒരു പ്രത്യേക തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഇടപെടാനുള്ള പ്രചോദനത്തിൽ സാഹിത്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാന വേരിയബിൾ ആണെന്ന് പറയപ്പെടുന്നു. അത്തരം പ്രചോദനം ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വ്യക്തിക്കും ഒരു തീരുമാനം എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് എന്നതിന്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ് എന്നാണ് ഇവയിലൂടെ പറയുന്നത്. സമൂഹം, അധികാരം എന്നീ വിഷയങ്ങൾ ഗണ്യമായ സംഭാവനകൾ നൽകിയ രണ്ട് പണ്ഡിതന്മാരാണ് ഡെൽബർട്ട് മില്ലറും റോബർട്ട് ഡല്ലുമിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്വന്തം പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അടിസ്ഥാനത്തിൽ അവർ ഒരു സംവാദത്തിന് തുടക്കമിട്ടു. പ്രാദേശിക സമൂഹങ്ങൾക്ക് ആർക്കാണ് അധികാരം എന്നതാണ് തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം. പ്രാദേശിക സമൂഹങ്ങളിൽ ബിസിനസ്, ഉന്നത തീരുമാനങ്ങൾ എടുക്കുന്നത് മില്ലർ അതിനെക്കുറിച്ച് വാദിക്കുകയും ചെയ്തു. മറുവശത്ത് ഏകശീല രൂപങ്ങളാകുന്നതിന് പകരം അധികാര ഘടന ബഹുസ്വരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഡെൽ വാദിക്കുകയും ചെയ്തു. രണ്ട് വീക്ഷണകോണുകളിലും നിർണായക സവിശേഷതകൾ ഇപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇവരുടെ രണ്ടുപേരുടെയും വാദങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് ഇനി നമ്മൾക്ക് ഡെൽബർട്ട് മില്ലർ സമൂഹത്തിൽ നിന്ന് അറിവുള്ള വിവരദാതാക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. വ്യത്യസ്ത സംഘടനകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെട്ട പ്രധാനപ്പെട്ടതും അറിയപ്പെട്ടതുമായ ആളുകളുടെ തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ശക്തരാണെന്ന് അവർ കരുതുന്നവരും തിരഞ്ഞെടുക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ വ്യത്യസ്ത സംഘടനകളിൽ ഉൾപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അറിവുള്ള വിവരദാതാക്കൾ തിരഞ്ഞെടുത്ത ആളുകളുമായി മില്ലർ അഭിമുഖം നടത്തുകയും ചെയ്തു. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ആരുടെയും സഹായം തേടുമെന്ന് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ഉണ്ടായത്. ഇതിന് പ്രശസ്ത സാങ്കേതികത എന്നാണ് വിളിച്ചിരുന്നത്. മിക്ക വിവരദാതാക്കളും ബിസിനസ്സുകാർക്കാണ് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവുള്ളത് എന്നാണ് പറയുന്നത്. മില്ലർ അതിന് കൂടുതലായിട്ട് കഴിവുള്ളവരാണ് എന്നാണ് മില്ലർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇവിടെ പറയുന്നത്. പ്രാദേശിക സമൂഹങ്ങളിൽ നയരൂപീകരണത്തിൽ അവർ വലിയ അളവിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്തു.
ഇവിടെ തദ്ദേശ സർക്കാരുകൾ ശക്തമായ സ്ഥാപനങ്ങളല്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും സമൂഹത്തിൽ ബിസിനസ്സുകാർക്ക്, അഭിഭാഷകർക്കും രാഷ്ട്രീയക്കാർക്കും പസഫിക് സിറ്റിയുടെ കാര്യത്തിലും ഇത് വ്യത്യസ്തമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇംഗ്ലീഷ് സിറ്റിയെ കുറിച്ച് ഈ പഠനം ബിസിനസ്സുകാരല്ല, തൊഴിലാളികളും വിദ്യാഭ്യാസം, മതം, ക്ഷേമം, സ്റ്റാറ്റസ് ഗ്രൂപ്പുകൾ എന്നീ മേഖലകളിൽ നിന്നുള്ള നേതാക്കളും പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് മില്ലർ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. മുകളിൽ സൂചിപ്പിച്ച രണ്ട് പഠനങ്ങളെയും അടിസ്ഥാനമാക്കി എല്ലാ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റുകളും അധികാര പാറ്റേൺ അടിസ്ഥാനപരമായ സമാനമല്ലെന്ന് മില്ലറുടെ നിഗമനത്തിലേക്ക് എത്തുകയാണ് ചെയ്തതെന്ന് പറയും. റോബർട്ട് ഡൽ ന്യൂ ഹവാനിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗവേഷണ രീതിശാസ്ത്രം മില്ലറുടെ രീതിശാസ്ത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. പ്രത്യേക വിഷയങ്ങൾ, പ്രത്യേക തീരുമാനങ്ങൾ ഡൽ കണ്ടെത്തി. കൂടുതൽ പ്രധാനം അദ്ദേഹം പ്രത്യേക തീരുമാനങ്ങൾക്കായി നോക്കി എന്നാണ് ഇവിടെ പറയുന്നത്. നിർദ്ദിഷ്ട പ്രവചനങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നു. ഈ സാങ്കേതികതയെ ഇവന്റ് വിശകലനം എന്ന് പരാമർശിക്കുകയും ചെയ്തു. മില്ലറുടെ വാദത്തിന് വിപരീതമായി തീരുമാനമെടുക്കുന്നതിൽ ബിസിനസ്സുകാരുടെ നിയമനം മിന്നറാണെന്ന് നിഗമനം ചെയ്തു. ബിസിനസ്സുകാർ അവരുടെ കൈവശം ധാരാളം വിഭവങ്ങൾ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അവർക്ക് നിരവധി ഗുണങ്ങളുണ്ടെന്നും കാരണം അവർ പരിമിതപ്പെടുത്തപ്പെടുന്ന അതിൽ നിന്ന് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് അവർ തീരുമാനമെടുക്കുകയും പ്രക്രിയയിൽ പ്രധാന സംഭാവകരായി ഉയരുവാൻ അവർക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതിനാൽ ഒരു അധികാര കേന്ദ്രമല്ല, മറിച്ച് നിരവധി അധികാര മേഖലകൾ നിലനിൽക്കുന്നു എന്നും ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. മേയറും അവരുടെ ജീവനക്കാരും കൂടുതൽ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി തീരുമാനങ്ങളുടെ തുടക്കക്കാരും സംഘടകരും ആയി മാറിയിട്ടുണ്ടെന്ന് ഡൽ വിശ്വസിക്കുകയാണ് ഇവിടെ ചെയ്തത്. രാഷ്ട്രീയ നേതാക്കൾക്ക് തങ്ങളെക്കുറിച്ച് അനിശ്ചിതം ഉണ്ടെന്നും മറ്റുള്ളവരിൽ നിന്നുള്ള സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്നും അതേസമയം ബിസിനസ്സുകാർ വ്യക്തമായി നിർവചിക്കപ്പെട്ട പ്രതിച്ഛായയും കൂടുതൽ ഉറപ്പോടെയുള്ള പ്രവർത്തനമുണ്ടെന്ന് മില്ലർ തറപ്പിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാദത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. മില്ലറും ഡാലിനും പുറമെ എഡ്വേർഡ് ബാൻഫീൽഡ് ചിഗ്നോയിൽ 6 പ്രത്യേക കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി അധികാര മേഖലയിൽ ഗണ്യമായ സംഭാവന നൽകിയെന്നും പറയുന്നു. ദേശീയ കോർപ്പറേഷനുകളിലും പ്രാദേശിക വാണിജ്യ ബാങ്ക് സ്ഥാപനങ്ങളിലെ ഉന്നത സ്ഥാപനങ്ങൾ വഹിക്കുന്ന ബിസിനസ്സുകാർക്ക് പരിധിയില്ലാതെ അധികാരം നൽകുന്ന വിഭവങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന്റെ നിഗമനത്തിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നു. എന്നിരുന്നാലും നിർണായകമായ കമ്മ്യൂണിറ്റി തീരുമാനങ്ങൾ ബിസിനസ്സുകാർ ആധിപത്യം സ്ഥാപിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ മേഖലയിൽ പിന്നീട് വിട്ടുനിൽക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഐക്യത്തിന്റെയും താല്പര്യങ്ങളുടെ അഭാവമാണെന്നും ഇവിടെ പറയുന്നു. ഇടപെടലുകൾ നടത്തുന്നതിൽ ഉൾപ്പെടുന്ന ചെലവും അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളും അപകടത്തിലില്ലെങ്കിൽ അവർ സംതൃപ്തരാണെന്നും ആചാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലും അവർക്ക് ഉപേക്ഷിക്കുന്നതിനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. മറുവശത്ത് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഭീഷണിയോ അപകടമോ നേരിടുകയാണെങ്കിൽ അവർ അമിതമായി ഇടപെടുകയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലും അവരുടെ സ്വാധീനം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഏത് വിഷയത്തിലും രാഷ്ട്രീയ നേതാക്കളെ സർവശക്തരായി കണക്കാക്കുന്നതായി ബാൻഫീൽഡ് കരുതുകയും ചെയ്യുന്നു. ഇത് അവരുടെ പരിമിതമായ പ്രവർത്തന മൂലധനം ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ദേശീയ സർക്കാരിന് പുറമെ മറ്റ് അധികാര ഗ്രൂപ്പുകളുമായി സ്വാധീനിക്കപ്പെടുന്നവരും വിപരീത നിലപാട് സ്വീകരിക്കുന്നതുമായ ബിസിനസ്സുകാർ മറ്റ് ശക്തനായ കമ്മ്യൂണിറ്റി ഘടകങ്ങളുമായി ഏറ്റുമുട്ടലിലേക്ക് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മന്ദഗതിയിലാണ്. പലപ്പോഴും വിട്ടുവീഴ്ചകൾക്കായി അവർ തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ മാത്രമേ ഏതൊരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിലൂടെ പറയുന്നത്.